ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചാറ്റ് ജി പി ടി പരിചയപ്പെടാം. ചാറ്റ് ജി പി ടി ഒരു AI സോഫ്റ്റ്വെയർ ആണ്. ചാറ്റ് ബോട്ടുകൾ എന്നാണ് ഇതേപോലുള്ള സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത്. ഇനിയുള്ള കാലം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. നമുക്ക് ലഭിക്കേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറാണ് പതിവ്. ഗൂഗിൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്ത കീവേഡ്സ് അടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റുകൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആ സൈറ്റുകളിൽ നിന്ന് നാം കണ്ടുപിടിക്കണം. പലപ്പോഴും കുറേ സൈറ്റുകൾ തിരഞ്ഞാലും നമുക്ക് വേണ്ടത് ലഭിച്ചെന്നും വരില്ല. ഇവിടെയാണ് നമ്മൾ ചാറ്റ് ജി പി ടി പോലുള്ള AI സോഫ്റ്റ്വെയറുകളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. ചാറ്റ് ജി പി ടിയിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒരു അറിവുള്ള വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ ചാറ്റ് ചെയ്ത് നേടിയെടുക്കാവുന്നതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്ന സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സൈറ്റ് ഓപ്പൺ ചെയ്താൽ ട്രൈ ചാറ്റ് ജി പി ടി എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ലോഗിൻ എന്ന് കാണാം. ലോഗിൻ ചെയ്യാം, ലോഗിൻ ചെയ്യാതെയും ഉപയോഗിക്കാം. നമുക്കാദ്യം ലോഗിൻ ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ആസ്ക് എനിത്തിങ് എന്ന് കാണാം. അവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാറാണ്. എന്നാൽ ചാറ്റ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്യുന്നതിന് പ്രോംപ്റ്റ് കൊടുക്കുക എന്നാണ് പറയുക. നമുക്കിവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്ത് നമുക്ക് എന്താണോ ആവശ്യമായത് അതിൻ്റെ പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് ആ കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി ഞാൻ ഐ വാണ്ട് ടു നോ അബൌട്ട് ഇന്ത്യ എന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് സെർച്ച് ബട്ടണായ ഈ ഏറോ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അത്യാവശ്യം വലിയൊരു ആർട്ടിക്കിൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഈ സെർച്ച് ബട്ടണിൽ ഈ ചതുരത്തിലുള്ള ഐക്കണാണ് കാണുന്നതെങ്കിൽ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ ചതുരം മാറി വീണ്ടും ഏറോ മാർക്ക് വന്നാൽ ആർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഇന്ത്യയെക്കുറിച്ച് ഇത്രയും വലിയൊരു ആർട്ടിക്കിൾ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. കേവലം 2 സെൻറ്റൻസുകളിൽ ഇന്ത്യയെക്കുറിച്ച് അറിയണം. അതിനുവേണ്ടി ഇനിയും ഇന്ത്യയെക്കുറിച്ച് 2 സെൻറ്റൻസിൽ അറിയിച്ചു തരണമെന്നോ ഇന്ത്യ എന്ന വാക്ക് പോലുമോ ഉപയോഗിക്കേണ്ടതില്ല. പകരം ഇൻ 2 സെൻറ്റൻസസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സെർച്ച് ചെയ്താൽ ഇന്ത്യയെക്കുറിച്ചാണ് 2 സെൻറ്റൻസിൽ നമുക്കറിയേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ചാറ്റ് ജി പി ടി കേവലം 2 സെൻറ്റൻസിൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയിച്ചു തരുന്നതാണ്. ഇനി നമ്മളിവിടെ എ ലാർജ് എസ്സേ എന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ഒരു എസ്സേ തന്നെ വന്നിരിക്കുന്നത് കാണാം. സബ് ടൈറ്റിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് അതിബൃഹത്തായ ഒരു ലേഖനം തന്നെ ഇന്ത്യയെക്കുറിച്ച് വരുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോഗിൻ എന്ന് വരികയാണെങ്കിൽ അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. ഇനി സൈനപ്പ് ചെയ്യാനുള്ളവരാണെങ്കിൽ സൈനപ്പ് അടിക്കുക, ഇമെയിൽ ഐ ഡിയും മറ്റും ആഡ് ചെയ്ത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക, ഉപയോഗിക്കുക. ഇനി ഓൺലി ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി മാത്രമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇനി ജസ്റ്റ് സ്പോർട്സ് എന്ന് മാത്രം പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ സ്പോർട്സിനെ കുറിച്ച് മാത്രമായിട്ട് വലിയൊരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചാറ്റ് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻസും നേടിയെടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു കണക്ക് ചെയ്യാൻ പോവുകയാണ്. കാൽക്കുലേറ്ററായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ, ആഡിങ് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഒരു ഉപദേശം തേടുകയാണ്. ഹൗ ടു ബിഗിൻ എ ബിസിനസ്. അതിനും ചാറ്റ് ജി പി ടിയുടെ കയ്യിൽ മറുപടിയുണ്ട്. എങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങണം, അതെങ്ങനെയൊക്കെ വിജയിപ്പിക്കാം എന്നതിനൊക്കെയുള്ള കൃത്യമായ മറുപടി ചാറ്റ് ജി പി ടി തരുന്നതാണ്. ആവശ്യാനുസരണം ചോദിക്കാം. ഏത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത് അതിനനുസരിച്ചുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരാനും ചാറ്റ് ജി പി ടി മിടുക്കനാണ്. ഉദാഹരണത്തിന് എനിക്കൊരു സ്റ്റോറി വേണം. ഐ വാണ്ട് എ സ്റ്റോറി അബൌട്ട് എ റാബിറ്റ് ആൻഡ് എ ലയൺ എന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റോറി വന്നിരിക്കുന്നു, ദ ക്ലെവർ റാബിറ്റ് ആൻഡ് എ ഫിയേഴ്സ് ലയൺ. ഇനി ഈ സ്റ്റോറി അത്യാവശ്യം ടഫ് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഇൻ സിമ്പിൾ ലാംഗ്വേജ് എന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ സെയിം സ്റ്റോറി ലളിതമായ ലാംഗ്വേജിൽ അവതരിപ്പിക്കുന്നതാണ്.
സ്റ്റോറി മാത്രമല്ല, ഇങ്ങനെയുള്ള എന്തും ഒരു കോൺവെർസേഷൻ വേണം. കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഇൻ എ ഫാം എന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ ഫാമിൽ വെച്ച് നടക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ സംഭാഷണം നമുക്കിതാ കിട്ടിയിരിക്കുന്നു. ഇനി ചോദിക്കുകയാണ്, ഹൂ ഇൻവെൻറ്റഡ് ദ മൈക്രോസ്കോപ്പ്? ആരാണ് കണ്ടുപിടിച്ചത്, എപ്പോഴാണ് എന്നുള്ളതൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. മലയാളം ഇംഗ്ലീഷ് പോലെ അഡ്വാൻസ്ഡ് ആയിരിക്കില്ല, എന്നാലും അത്യാവശ്യമൊക്കെ മലയാളത്തിൽ നമുക്ക് മറുപടികൾ ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് കൃഷി എന്ന് ഞാൻ മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എന്താണ് വരുന്നത് എന്ന് നോക്കാം. കൃഷിയെക്കുറിച്ചുള്ള വലിയൊരു ആർട്ടിക്കിൾ മലയാളത്തിലും വന്നിരിക്കുന്നു. അപ്പോൾ ChatGPT ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നാളുകൾ കഴിയും തോറും ഡെവലപ്ഡായി വരികയാണ്. അതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയുന്നതാണ്. ChatGPT പോലെ മറ്റു ചാറ്റ് ബോട്ടുകളെക്കുറിച്ച് ഇനിയൊരു വീഡിയോയിൽ പരിചയപ്പെടാം.